ചുറ്റും കൂടി നിൽക്കുന്നവരിൽ നിന്നും പുച്ഛത്തോടെയും കളിയാക്കലുകളോടെയുമുള്ള പിറുപിറുക്കലുകൾ അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. താലി കെട്ടിക്കോളൂ. പൂജാരി പറഞ്ഞതനുസരിച്ച് മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടെ അവൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. മഞ്ഞ ചരടിൽ കോർത്ത ആ താലിച്ചരട് കഴുത്തിൽ 3 തവണ മുറുകുന്നത് അവൾ അറിഞ്ഞു. സീമന്തരേഖയിൽ അവൻ പരത്തുന്ന ചുവപ്പ് നിറത്തിൽ അവൾ സ്വയം അറിയാതെ തന്നെ കണ്ണുകൾ അടച്ചുപോയി. ഇനി വരനും വധുവും ചേർന്ന് വലം വെച്ചോളൂ. പൂജാരി പറഞ്ഞതനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവൾക്കുള്ളിൽ ഭയമായിരുന്നു. ഇനി എങ്ങനെയാണ് തൻ്റെ ജീവിതം? ഉത്തരമില്ലാത്ത ആ ചോദ്യത്തിൽ അവൾ പകച്ചു നിന്നു. അച്ഛൻ അവളുടെ വലതു കൈയെടുത്ത് അവൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തൻ്റെ മകളുടെ വിധിയോർത്ത് അയാൾക്ക് നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അച്ഛൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് കണ്ണുനീർ വാർക്കുമ്പോൾ അടുത്തു നിൽക്കുന്നവൻ്റെ ദേഷ്യത്തോടെയുള്ള പല്ലിറുമ്മുന്ന ശബ്ദം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. നീ അവിടെ മോങ്ങിക്കൊണ്ട് നിൽക്കുവാണോ? വരുന്നില്ലേ? ഗൗരവത്തോടെയെങ്കിലും ദേഷ്യം നിറഞ്ഞിരുന്നു ആ ശബ്ദത്തിൽ. അവൾ വിറച്ചുപോയി. അവൾ ഒന്നുകൂടി അച്ഛനെ ചേർത്തു പിടിച്ചു. ശ്രീമിത്രയോടാണ് ഞാൻ ചോദിക്കുന്നത്, വരുന്നില്ലേ എന്ന്. അവൻ്റെ സ്വരത്തിലെ വ്യത്യാസത്തിൽ നിന്നും അവൻ ദേഷ്യത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വേഗം അച്ഛനിൽ നിന്നും അകന്ന് അവർക്കായി ഒരുക്കിയിട്ടുള്ള കാറിൽ പോയി കയറി. മോനെ. ആ മനുഷ്യൻ അവനെ വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കിയില്ല. മോനെ ശിവ, അയാൾ ദയനീയമായി വിളിച്ചു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ശിവയല്ല, ശിവദത്തൻ. അങ്ങനെ വിളിക്കണം, അല്ലാതെ എന്നെ ഒന്നും വിളിക്കണ്ട ആരും, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അയാളുടെ മുഖം താഴ്ന്നു. അവൻ പുച്ഛത്തോടെ അയാളെ നോക്കിക്കൊണ്ട് കാറിനകത്തേക്ക് കയറി. കാർ മുന്നോട്ട് കുതിച്ചു. കാറിലിരിക്കുമ്പോഴും മിത്ര അവനെ മുഖം ഉയർത്തി നോക്കിയില്ല. അവൻ്റെ നോട്ടം തന്നിൽ തന്നെ ആകുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ആ കണ്ണുകളിൽ കാണുന്നത് തന്നോടുള്ള പ്രണയമല്ല, പക. ആ ചിന്തയിൽ പോലും അവളുടെ ഉടൽ വിറച്ചുപോയി. കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ കാർ ഒരു നില വീടിനു മുന്നിലെത്തി. ഡി, ഇറങ്ങുന്നില്ലേ? ഗാംഭീര്യം നിറഞ്ഞ അവൻ്റെ ശബ്ദത്തിൽ അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൻ അവളെ നോക്കി പുച്ഛിച്ചു. തമ്പുരാട്ടിയെ വിളക്കെടുത്ത് സ്വീകരിക്കാൻ ഇവിടെ ആരും വരില്ല. അല്ലേലും നീയൊക്കെ കൂടി എനിക്ക് ചാർത്തി തന്നിട്ടുള്ള പേരുണ്ടല്ലോ, തന്തയില്ലാത്തവൻ. അങ്ങനെയുള്ളപ്പോൾ ഈ താന്തോന്നിക്ക് എന്തിനാലേ ബന്ധുക്കൾ? അവൻ പുച്ഛത്തോട് ചോദിച്ചപ്പോൾ അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി. നിന്റെ അഭിനയൊന്നും എൻ്റെ മുന്നിൽ കാഴ്ചവെക്കണ്ട. വേണേൽ അകത്ത് കയറി പോവാൻ നോക്കി പുല്ലേ, അവൻ ദേഷ്യത്തോട് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി. വീടിൻ്റെ ഉമ്മറത്ത് തന്നെ 2 പെൺകുട്ടികൾ നിൽപ്പുണ്ടായിരുന്നു, കൂടെ ഒരു ചെറുപ്പക്കാരനും. അവളെ കണ്ടതും അതിലൊരുവൾ അവളെ വെറുപ്പോടെ നോക്കി. മറ്റവൾ മിത്രയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൾ അവർക്കൊരു വരണ്ട പുഞ്ചിരി നൽകി. നിലവിളക്ക് പിടിച്ചു കയറേണ്ട ആ കൊച്ചു വീട്ടിലേക്ക് അവൾ വലതുകാൽ വെച്ച് വെറുതെ കയറി. ഇവരിൽ ആർക്കെങ്കിലും എനിക്കൊരു വിളക്ക് തന്നൂടായിരുന്നോ? അകത്തേക്ക് കയറുമ്പോൾ വേദനയോടെ അവൾ മനസ്സിൽ ചിന്തിച്ചു. അയാൾ പറഞ്ഞു കാണും ഒന്നും ചെയ്യണ്ട എന്ന്, അവൾ മനസ്സിൽ പറഞ്ഞു. ഹാളിലെത്തി മിത്ര ചുറ്റും നോക്കി. ഒരു ചെറിയ വീടാണ്. 2 റൂമും ഹാളും കിച്ചണും അടങ്ങുന്ന ഒരു കുഞ്ഞു വീട്. അവൾ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നോക്കി. ബാത്റൂമും അലക്കുകല്ലും വീടിൻ്റെ പുറകിലാണുള്ളത്. അവൾ ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. ആഹാ, വന്നപ്പോഴേ കറക്റ്റായിട്ട് അടുക്കളയിൽ തന്നെ എത്തിയല്ലോ. അല്ലെങ്കിലും അവനവൻ്റെ സ്ഥാനം എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. ഭദ്രേ, മിത്ര ഇടറിയ സ്വരത്തോടെ അവളെ വിളിച്ചു. വിളിക്കണ്ട. ശ്രീമിത്രയുടെ ശ്രീഭദ്രയല്ല ഞാനെന്ന്. നിന്നെപ്പോലൊരു ഫ്രണ്ടിനെയും എനിക്ക് വേണ്ട. ഭദ്രയുടെ കണ്ണ് നിറഞ്ഞിരുന്നുവെങ്കിലും അവൾ വാശിയോടെ തന്നെ മിത്രയോട് പറഞ്ഞു. ഏട്ടത്തി. പെട്ടെന്നൊരു പെൺകുട്ടി ഭദ്രയെ വന്ന് വിളിച്ചു. ഭദ്ര അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ മിത്രയ്ക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് ഭദ്രയെ നോക്കി ചിരിച്ചു. മിത്ര അവളെ സംശയത്തോടെ നോക്കി നിന്നു. നിനക്കറിയാൻ വഴിയില്ല, എൻ്റെ വിച്ചേട്ടൻ്റെ അനിയത്തിയ വിദ്യ. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഈ പേര് മുൻപ്? ഭദ്ര ഗൗരവത്തോട് ചോദിച്ചു. മിത്ര വിദ്യയെ നോക്കി ചിരിച്ചു. ഭദ്രേ, എന്നാൽ നമുക്കങ്ങോട്ട് ഇറങ്ങിയാലോ? വിഷ്ണു വന്ന് ഭദ്രയോട് ചോദിച്ചു. ഭദ്ര ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. പോവാൻ വെച്ചേട്ടാ, ഇനി ഇവള് മതിയല്ലോ ഇവിടെ, ഭദ്ര മിത്രയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. മിത്ര ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ നോട്ടം കണ്ടതും ഭദ്ര വേഗം പുറത്തേക്ക് പോയി. പുറകെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വിദ്യയും. വിഷ്ണു അവൾക്കടുത്തേക്ക് വന്നു. അവൾ പേടിയോടെ അവനെ നോക്കി തലതാഴ്ത്തി നിന്നു. മിത്രമോളെ, വിച്ചു സ്നേഹത്തോടെ അവളെ വിളിച്ചു. മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി. അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. കരയേണ്ട മോളെ, എല്ലാം ശരിയാകും, വിച്ചു വാത്സല്യത്തോടെ അവളോട് പറഞ്ഞു. അവൾ നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി. വിഷ്ണുവേട്ടന് എന്നോട് വെറുപ്പില്ലേ? അവൾ വിക്കലോടെ ചോദിച്ചു. ഇല്ല, അവൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. അതെന്താ? അവൾ വീണ്ടും ചോദിച്ചു. അതങ്ങനെയാ, ഇപ്പോൾ അത്രയും അറിഞ്ഞാൽ മതി, മനസ്സിലായോ? അവൻ ചിരിയോടെ പറഞ്ഞു. അവൾ കൊച്ചു കുട്ടികളെ പോലെ തലകുലുക്കി. അവൻ വാത്സല്യത്തോടെ അവളെ നോക്കി. നീ ഇറങ്ങാറായില്ലേ? ഗൗരവത്തോടെയുള്ള ആ ശബ്ദത്തിൽ മിത്ര പേടിയോടെ വേഗം തല താഴ്ത്തി. വിച്ചു തിരിഞ്ഞു നോക്കി. ഗൗരവത്തോടെ അവരെ 2പേരെയും നോക്കി നിൽക്കുകയാണ് ശിവ. വിച്ചു ഒന്ന് ചിരിച്ചു. ആ, ഇറങ്ങുവാടാ. എന്താ ഞങ്ങളെയൊക്കെ പറഞ്ഞുവിടാനുള്ള അവൻ്റെ ഒരു ധൃതി? വിച്ചു കുറുമ്പോടെ പറഞ്ഞു. മതി മതി, നീ ചെല്ലാൻ നോക്ക്.
ശിവ ഗൗരവത്തോടെ പറഞ്ഞു. ഓക്കെ, എന്നാൽ ശരിയടാ, ഞങ്ങൾ ഇറങ്ങിയേക്കുവാ. മിത്രമോളെ, ഞങ്ങൾ പിന്നെ വരാൻ കേട്ടോ. വിച്ചു പറഞ്ഞപ്പോൾ മിത്ര അവനെ നോക്കി തലകുലുക്കി. വിച്ചു ശിവയുടെ തോളിലൊന്ന് തട്ടി പുറത്തേക്ക് നടന്നു. ശിവയുടെ നോട്ടം മിത്രയിൽ വന്നു നിന്നു. അവൻ നോക്കുന്നത് കണ്ടതും അവൾ പേടിയോടെ തല താഴ്ത്തി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ അടുത്തേക്ക് വരുന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു. അവൻ അവളുടെ മുന്നിൽ വന്നു നിന്ന് അവളുടെ ചെവിക്കരികിൽ വന്ന് പതിയെ ഊതി. മിത്ര ഞെട്ടലോടെ അവനെ തലയുയർത്തി നോക്കി. അവൻ അവളെ ആകെ ഒഴിഞ്ഞു നോക്കുന്നുണ്ട്. മിത്ര പേടി കൊണ്ട് വിറച്ചു. അവൻ അവളെ അങ്ങനെ തന്നെ അടുത്തേക്ക് വലിച്ചു. മിത്രയുടെ കണ്ണുകളിൽ പേടി. അവൻ്റെ കൈകൾ പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ അമർന്നു. ആ കൈ അവിടെ അമർന്നതും അവളിൽ നിന്ന് ഒരു ശബ്ദം. അതുകൂടിയായതും അവൻ അവളെ കൂടുതൽ ചുറ്റിപ്പിടിച്ചു. എന്നിട്ടും മിത്ര അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തു. ശിവ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി. കലങ്ങിയ കണ്ണുകളുമായി അവൾ അവനെ മുഖമുയർത്തി നോക്കി. ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ മിത്രേ? ഇപ്പോഴും നിനക്ക് എന്നോട് ഇഷ്ടക്കേടുണ്ടോ? അറപ്പുണ്ടോ? വെറുപ്പുണ്ടോ? ശിവ അവളോട് പുച്ഛത്തോടെ ചോദിച്ചു. ദത്തേട്ടാ, അവൾ കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു. വിളിക്കരുത് നീ എന്നെ അങ്ങനെ. കേൾക്കണ്ട എനിക്ക് ആ വിളി, അവൻ പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി. ആഹാ, ഇപ്പോഴും നീ ഇങ്ങനെ കരഞ്ഞാലോ? ഇനി എന്തെല്ലാം അനുഭവിക്കാൻ കിടക്കുന്നു. ഇപ്പോൾ നീ എൻ്റെ സ്വന്തമായില്ലേ? ദേ ഇത് നോക്ക്, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ താലിച്ചരട് പിടിച്ചുയർത്തി. അവൾ അവനെ തന്നെ നോക്കി. ദേ, ഈ താലിച്ചരട് നിന്റെ കഴുത്തിൽ കെട്ടിയതോടെ നീ ഇപ്പോൾ എൻ്റെ അടിമയായില്ലേ? ഞാൻ വിലയ്ക്ക് വാങ്ങിയതല്ലേ നിന്നെ, നിന്റെ തന്തയുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് നിന്നെ നന്നായി ഉപയോഗിച്ചേ മതിയാകൂ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ശരീരം മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി. മിത്ര വിറയലോടെ നിന്നു. ഇപ്പം നിന്നെ ഞാൻ വെറുതെ വിടുക. പക്ഷെ രാത്രി എനിക്ക് വേണം നിന്നെ മുഴുവനായി തന്നെ, അവൻ വശ്യമായി പറഞ്ഞപ്പോൾ മിത്ര അവനെ മിഴിച്ചു നോക്കിപ്പോയി. പക്ഷെ അവളുടെ നോട്ടത്തിൽ അവന് കൂടുതൽ ദേഷ്യമാണ് തോന്നിയത്. അവൻ പെട്ടെന്ന് അവളെ പുറകിലേക്ക് പിടിച്ചു തള്ളി. മിത്ര നേരെ ചുവരിൽ പോയി ഇടിച്ചു നിന്നു. ശിവ അവൾക്കടുത്തേക്ക് പാഞ്ഞു ചെന്നുകൊണ്ട് അവളുടെ കവിളിൽ വേദനയോടെ കുത്തിപ്പിടിച്ചു. മിത്ര അവനെ വേദനയോടെ നോക്കി. ഇപ്പം നിനക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നുണ്ടോടി? പ്രണയം തോന്നുന്നുണ്ടോ? പറയടി, അവൻ അവളെ ഒന്നുകൂടെ അവിടേക്ക് അമർത്തിക്കൊണ്ട് ചോദിച്ചു. അവൾക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ അവനെ എതിർക്കാതെ അങ്ങനെ തന്നെ നോക്കി നിന്നു. അവൻ്റെ ദേഷ്യം അവളുടെ കവിളിൽ കൂടുതൽ അറിഞ്ഞു തുടങ്ങി. അതേ ദേഷ്യത്തോടെ തന്നെ അവൻ അവളുടെ കവിളിൽ നിന്നും പെട്ടെന്ന് കൈകൾ പിൻവലിക്കുകയും ചെയ്തു. എന്തേ, നിനക്കൊന്നും പറയാനില്ലേ? ഞാനൊരു തിരിവ് കൊണ്ടായതുകൊണ്ടല്ലേ? എനിക്ക് തന്തയില്ലാത്തതുകൊണ്ടല്ലേ നീ എന്നെ വേണ്ടെന്ന് വെച്ചത്? എന്നിട്ടിപ്പോൾ ആദ്യ തന്തയില്ലാത്തവനെ നിന്റെ കഴുത്തിൽ താലി ചാർത്തിയില്ലേടി? എന്നിട്ടും നിനക്കൊന്നും പറയാനില്ലേ? പക്ഷേ അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് മറുപടി ഒന്നുമില്ലായിരുന്നു. ശിവ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ആ കണ്ണുകൾ ഇറുക്കിയടച്ചു. വർഷങ്ങൾക്ക് മുന്നേ അവൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞത് ഓർമ്മയിൽ തെളിഞ്ഞതും അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് രക്തവർണ്ണമായി. അതേ ദേഷ്യത്തോടെ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. ഞാൻ പുറത്തേക്കൊന്ന് പോകുക, വരാൻ ലേറ്റാകും, അവൻ പറഞ്ഞപ്പോൾ അവൾ ഒന്നും മിണ്ടിയില്ല. ഡി, ഞാൻ പറഞ്ഞു നീ കേട്ടോ? അവൻ അവൾക്ക് നേരെ ശബ്ദമുയർത്തി. അവൾ മൂളി. എന്തായാലും ഞാൻ വരുമ്പോഴേക്കൊന്ന് കുളിച്ചൊരുങ്ങി നിൽക്ക്, നമുക്കൊന്ന് കൂടണ്ടേ? അപ്പോൾ ശരി, അവൻ അവളോട് വശ്യമായി പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിലൊന്ന് തലോടി. അവളുടെ ശരീരം പെട്ടെന്ന് വിറച്ചുപോയി. ഇപ്പോഴേ കിടന്നിങ്ങനെ വരച്ചാലോ? ഇങ്ങനെയാണെങ്കിൽ രാത്രി ഞാൻ തരുന്ന വേദന നീ എങ്ങനെ സഹിക്കും? അവൻ ആർദ്രമായി അവളോട് ചോദിച്ചു. അവൻ്റെ സ്വരത്തിലെ ആർദ്രത മനസ്സിലായപ്പോൾ അവൾ കണ്ണുകൾ ഉയർത്തി മുഖം വിടർത്തി അവനെ നോക്കി. അത് കണ്ട് അവനൊന്ന് പുച്ഛിച്ചു. എൻ്റെ സ്നേഹം കൊണ്ടാണെന്ന് കരുതിയോ? ഒരിക്കലുമല്ല ശ്രീമിത്ര, വെറും കാമം. എനിക്ക് നിന്നോടുള്ളത് കാമം മാത്രമാണ്, അവൻ അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. അവൻ പറയുന്നത് കേട്ട് മിത്ര ചുവരിലേക്ക് ചാരി നിന്നു. അവൾ സ്വയമേ ഒന്ന് ചിരിച്ചു, വേദനയിൽ കലർന്ന പുഞ്ചിരി. പക്ഷേ സമയം രാത്രി 10 മണി കഴിഞ്ഞിട്ടും ശിവ മടങ്ങി വന്നിട്ടില്ല. ഈശ്വര, എവിടെ പോയി എൻ്റെ ദത്തേട്ടൻ? എന്താ ഇത്രയും നേരമായിട്ട് വരാത്തെ? എന്നെ മറന്നുപോയോ ദേവി? എൻ്റെ ദത്തേട്ടന് ഒരു ആപത്തും വരുത്താതെ ഇങ്ങ് എത്തിക്കണേ, അവൾ താലിയിൽ പിടിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ചു. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ പുറത്തൊരു ബുള്ളറ്റ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. മിത്ര പെട്ടെന്ന് വാതിൽ തുറന്നു. ശിവ തന്നെയായിരുന്നു അത്. അവൻ വണ്ടി നിർത്തി അതിൽ നിന്നും ഇറങ്ങി. മിത്ര അപ്പോഴാണ് അവനെ മുഴുവനായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത്. അവൻ്റെ ഷർട്ടിൻ്റെ 2 ബട്ടൺ അഴിഞ്ഞു കിടപ്പുണ്ട്. മുണ്ട് ഊരി അഴിഞ്ഞു വീഴാറായിട്ടുണ്ട്. അവൻ്റെ പാറിപ്പറന്ന തലമുടിയും വാടിയ കണ്ണുകളും കണ്ടപ്പോൾ അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പായി. അവൾ ഒന്ന് ദീർഘനിശ്വാസം വിട്ടുപോയി. അല്ലേലും അന്നത്തെ സംഭവത്തിന് ശേഷം ദത്തേട്ടൻ ഇങ്ങനെ തന്നെയാണല്ലോ, എപ്പോഴും കുടിച്ച് 4 കാലിൽ എല്ലാം താൻ കാരണം. അവളിൽ നിന്നൊരു ഏങ്ങൽ പുറത്തേക്ക് വന്നു. ശിവയും മിത്രയും ഒന്ന് മുഖമുയർത്തി നോക്കി. അവളെ കണ്ട അവൻ്റെ മുഖം ഒരു വേള വിടർന്നു പോയി. പക്ഷേ പെട്ടെന്ന് അവൻ്റെ ഓർമ്മകളിലേക്ക് അന്നത്തെ സംഭവം കൂടുതൽ മിഴിവോടെ തെളിഞ്ഞു വന്നതും അവൻ മുഖം വെട്ടിച്ച് ആടിയാടി അകത്തേക്ക് നടന്നു. പക്ഷേ കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോഴേക്കും കാലിടറി അവൻ മുന്നോട്ട് വീഴാനായി പോയി. അയ്യോ ദത്തേട്ടാ, അവൾ വിളിച്ചുകൊണ്ട് അവനെ താങ്ങി പിടിച്ചു. മാറടി അങ്ങോട്ട്, എനിക്ക് ഒരു വള്ളി സഹായം വേണ്ട, അവൻ പറഞ്ഞുകൊണ്ട് അവളെ തള്ളി മാറ്റി. അവൻ സോഫയിലേക്ക് ആടി പോയി. അവൻ്റെ ഷർട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തക്കറ പക്ഷേ മിത്ര അപ്പോൾ മാത്രമാണ് കണ്ടത്. അവൾ പേടിയോടെ അവൻ്റെ അടുത്തേക്ക് വന്ന് തറയിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവൻ്റെ നെഞ്ചിൽ പതിയെ തലോടി. ശിവ അവളെ മുഖമുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തിനാ കരയുന്ന നീ? എന്തിനാന്ന്?
ഞാൻ ചത്തു മലരാതുകൊണ്ടാണോ? അവൻ കുടിച്ചതിൻ്റെ ഹാങ് ഓവറിൽ വിക്കലോടെ ചോദിച്ചു. ഇതെന്താ പറ്റിയത് എത്തേട്ടാ? അവൻ പറഞ്ഞതിന് മറുപടി കൊടുക്കാതെ അവനോട് തിരിഞ്ഞ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അതിന് നീ എന്തിനാടി കടന്ന് മൂങ്ങുന്നേ? ഈ ശിവദത്തൻ്റെ ജോലി പൊന്നുമോക്ക് അറിഞ്ഞൂടെ? ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാ വരുന്ന ഞാൻ. അവൻ്റെ ശബ്ദം കുഴഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ പറയുന്നത് കേട്ട് അവളിൽ നിന്നൊരു ഏങ്ങൽ പുറത്തേക്ക് വന്നുപോയി. ദത്തേട്ടാ, അവൾ കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു. ശിവ ഒരു നിമിഷം അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു പോയി. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവം എന്താണെന്ന് മാത്രം അവന് മനസ്സിലായിരുന്നില്ല. അവൻ പെട്ടെന്ന് അവളുടെ മുഖം ഇരു കൈകളിലുമായി കോരിയെടുത്തു. മിത്ര അവനെ പകപ്പോട് നോക്കിപ്പോയി. ശ്രീ! ശിവ പ്രണയത്തോടെ അവളെ വിളിച്ചു. മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കിയടച്ച് തുറന്നുകൊണ്ട് അവൻ്റെ കണ്ണിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. പക്ഷേ മുന്നിൽ കണ്ട കാഴ്ചയിൽ വിശ്വസിക്കാൻ കഴിയാതെ അവനെ മിഴിച്ചു നോക്കിപ്പോയി മിത്ര. വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ കണ്ണിൽ കത്തി നിൽക്കുന്ന അവളോടുള്ള അടങ്ങാത്ത പ്രണയം കാണെ മിത്രയുടെ ഉടൽ വിശ്വസിക്കാൻ കഴിയാതെ വിറച്ചുപോയി. ദത്തേട്ടാ! കണ്ണിൽ പ്രണയം നിറച്ച് അവളും അവനെ നോക്കിയിരുന്നു പോയി. ശിവ മൂളി. അവൻ പെട്ടെന്ന് അവളുടെ മുഖം ഒന്നുകൂടി ഉയർത്തി അവളുടെ ചുണ്ടിൽ അവൻ്റെ ചുണ്ട് ചേർത്ത് വെച്ചു. അവൻ്റെ അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാതിരുന്നുകൊണ്ട് തന്നെ മിത്രയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവളുടെ കീഴ്ചുണ്ടിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പതിയെ അതിനെ നുണഞ്ഞു തുടങ്ങി. ആവേശത്തോടെ, ആദ്യമായി അറിയുന്ന ലഹരിയോടെ. മിത്ര പിടച്ചിലൂടെ അവൻ്റെ തോളിൽ പിടിമുറുക്കിപ്പോയി. ആദ്യ ചുംബനം. അതിൻ്റെ അനുഭൂതിയിൽ ഇരുവരും സ്വയം മറന്നുപോയി. ശിവ അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും ആവേശത്തോടെ നുണഞ്ഞുകൊണ്ട് അവളുടെ വായിലേക്ക് അവൻ്റെ നാവും നൂണ്ടുകയറി. അവൾ പിടച്ചിലൂടെ അവൻ്റെ തലമുടിയിൽ മുറുകെ പിടിച്ചു. അവൻ്റെ വായിലെ മദ്യത്തിൻ്റെ രുചി അവൾക്ക് അരോചകമായി തോന്നിയെങ്കിലും അവൻ നൽകുന്ന ആദ്യ ചുംബനത്തിൽ അവൾ സകലതും വിസ്മരിച്ച് അതിൽ അലിഞ്ഞു ചേരുക തന്നെ ചെയ്തു. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ ശ്വാസം കിട്ടാതെ അവളൊന്ന് കുതറി. അതുകൊണ്ട് അവൻ മനസ്സോടെ അവളെ മോചിപ്പിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിയിരുന്നു കൊണ്ട് ശ്വാസം വലിച്ചു വിട്ടു. അവൻ്റെ കൈകളും അവളെ ചേർത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു. കിതപ്പ് നടുങ്ങിയതും അവൾ അവനെ മുഖമുയർത്തി നോക്കി. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും അവൻ അവയെ വലിച്ചു തുറന്നുകൊണ്ട് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. മിത്ര അവൻ്റെ കവിളിൽ കൈവച്ച് അവനെ തന്നെ നോക്കിയിരുന്നു. ദത്തേട്ടാ, അവൾ പതുക്കെ വിളിച്ചു. അവനൊന്ന് മൂളി. അപ്പോൾ ദത്തേട്ടൻ എന്നോടുള്ള ദേഷ്യമൊക്കെ പോയോ? അവൾ സന്തോഷത്തോടെ അവനോട് ചോദിച്ചു. പെട്ടെന്ന് ശിവയുടെ മുഖം മാറി. അവൾ പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്നോടുള്ള ദേഷ്യം പോകാനോ? ഓ, ഒരിക്കലും പോയില്ല. അതിന് ഈ ശിവദത്തൻ മരിക്കണം, അവൻ അവളോട് ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷെ അപ്പോഴും അവൻ്റെ വാക്കുകൾ കുഴയുന്നുണ്ടായിരുന്നു. ദത്തേട്ടാ, അവൾ തേങ്ങിക്കൊണ്ട് അവനെ വിളിച്ചു. വെറുപ്പാ ശ്രീമിത്ര എനിക്ക് നിന്നോട്, നിന്നെ വെറുപ്പ് എനിക്ക്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ പെട്ടെന്ന് അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. പറയല്ലേ ദത്തേട്ട, അങ്ങനെ എന്നെ വെറുപ്പാണെന്ന് പറയല്ലേ. എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ദത്തേട്ട. ഞാൻ എൻ്റെ ദത്തേട്ടൻ സ്ത്രീയല്ലേ. ഈ കണ്ണ് കുറച്ചു മുന്നേ കണ്ടത് എന്നോടുള്ള പ്രണയമല്ലേ. അതുകൊണ്ടല്ലേ ഏട്ടൻ എന്നെ ചുംബിച്ചത്? അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. അവളുടെ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന വേദന അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് അവളെ മടിയിൽ നിന്ന് ഇറക്കിയിരുത്തി. മിത്ര അവനെ തന്നെ നോക്കിയിരുന്നു. ശിവ ആടിക്കൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവളെ നോക്കാതെ റൂമിലേക്ക് നടന്നു. ദത്തേട്ട, അവൾ ദയനീയമായി അവനെ നോക്കി. അവൻ അവളെ തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകളിൽ നേരത്തെ കണ്ട പ്രണയമായിരുന്നില്ല ഇപ്പോഴും ഉണ്ടായിരുന്നു. ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നോടുള്ള വെറുപ്പാണെന്ന് അവൾക്ക് മനസ്സിലായി. മിത്ര ശരിക്കും ഞെട്ടിപ്പോയി. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, പിന്നെ ഞാനിപ്പോൾ നിന്നെ ചുംബിച്ചതാണോ? അത് പ്രണയമല്ല ശ്രീ മിത്ര, അവനൊരു താളത്തിൽ അവളെ വിളിച്ചു. അവൾ അവനെ കേൾക്കാൻ എന്ന പോലെ നോക്കിയിരുന്നു. അത് നിന്നോടുള്ള ഇഷ്ടമല്ല, പ്രണയമല്ല, ഒന്നുമല്ല. ഞാൻ നേരത്തെ നിനക്ക് തന്ന ചുംബനത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് ഒരേ ഒരു വികാരം മാത്രമാണ്. അത് അവന് മുഴുവൻ പറയാൻ കഴിയുന്നില്ല. അത് അവൾ ചുണ്ടുകളെ ഉറപ്പിച്ചുകൊണ്ട് അവനെ വേദനയോടെ നോക്കി ചോദിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. പ്രണയമായിരുന്നു എനിക്ക് നിന്നോട്. എല്ലാം ഇല്ലാതാക്കിയത് നീ തന്നെയല്ലേ. ഇപ്പോൾ എനിക്ക് നിന്നോടുള്ളത്. അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. അവൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി നിലത്തേക്ക് പതിച്ചു. ശിവദത്തരെ ശ്രീമിത്രയോട് ഇപ്പോഴുള്ള വികാരം അത് പ്രണയമല്ല, കാമം. നിന്നിൽ കാമം മാത്രമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്, കാമം മാത്രം. അത്രയും പറഞ്ഞുകൊണ്ട് ശിവ വേഗം റൂമിൽ കയറി വാതിൽ അവൾക്ക് മുന്നിൽ കൊട്ടിയടച്ചു. മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. കുറച്ചു നേരത്തിന് ശേഷം അവളിൽ നിന്നും തേങ്ങൽ ശബ്ദം മാത്രമായി പുറത്തേക്ക് വരാൻ തുടങ്ങി. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മുഖമൊന്ന് ഉയർത്തി. പതിയെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. കള്ളം, പച്ചക്കള്ളം. ശിവദത്തന് ശ്രീമിത്രയോടുള്ളത് കാമമല്ല, ഒരിക്കലും അത് കാമമല്ല. ഇപ്പോൾ നൽകിയ ചുംബനവും കാമത്തോടെയല്ല. അവളുടെ ചുണ്ടുകൾ ഇപ്പോൾ പൂർണ്ണമായും വിടർന്നു പോയിരുന്നു. പ്രണയം. അതെ, ശിവദത്തന് അന്നും ഇന്നും എന്നും ശ്രീമിത്രയോടുള്ളത് പ്രണയമാണ്, പ്രണയം മാത്രം. അടഞ്ഞുകിടക്കുന്ന വാതിൽക്കലേക്ക് അവളൊന്ന് നോക്കി. പതിയെ അവൾ സോഫയിലേക്ക് ചാഞ്ഞിരുന്നു. അവരുടെ പ്രണയനാളുകൾ അവളുടെ ഓർമ്മയിൽ മിഴിവോടെ തെളിഞ്ഞു വന്നു. അതിൻ്റെ ഫലമായി അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞുപോയി.